അല്ല എന്താ ഇവിടെ പരിപാടി? എന്താ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നത്? അതെന്താ സാമ്പാർ ഉപ്പേരി ഒന്നും വേണ്ടാത്തത്? എന്നും ചിക്കനും മീനും മാത്രം കഴിച്ചാൽ ശരിയാവൂല, പച്ചക്കറികൾ കഴിക്കണം. ഇതാരാ ചേക്കാമാജിന്റെ മോനാണോ? എപ്പോഴും ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല, കേടാണത്. ഡോക്ടർ പറഞ്ഞ കേട്ടിട്ടില്ലേ, എപ്പോഴും ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല. ഗ്യാസ് ഉണ്ടാവും, പിന്നെന്താ എണ്ണയിൽ പൊരിക്കണതല്ലേ, കൊളസ്ട്രോൾ ഉണ്ടാവും, അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടാവും ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ. എപ്പോഴും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല, സ്ഥിരമായിട്ടൊന്നും കഴിക്കാൻ പാടില്ല. മുകളിലുണ്ട്. അതെപ്പോഴെങ്കിലും അല്ലേ, കുറച്ച് ബാക്കി ക്യാമറയുടെ ഉള്ളിലേക്ക് വന്നിട്ടല്ലേ. പിന്നെ ഞങ്ങൾ ഡെയിലി ഇപ്പൊ ലേസിന്റെ ചലഞ്ച് അല്ലേ, വേറൊരു ചലഞ്ച് കാണുന്നില്ല. അത് ആ ലേസിന്റെ പോലെയല്ല, ഇത് എണ്ണയിലാണ്. അങ്ങനെ നമ്മളങ്ങനെ ലേസ് അങ്ങനെ നമ്മളെപ്പോഴും കഴിക്കാറുമില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കാന്നുള്ളത്. അതന്നെ കഴിക്കാൻ അത് ചലഞ്ചിന് മാത്രല്ലേ, അല്ലാണ്ട് ആരവിടെ ലേസ് കഴിക്കല്? അല്ലാണ്ട് നിങ്ങൾ തന്നെ ലേസ് കഴിക്കില്ല, അല്ലാണ്ട് ഞങ്ങളൊന്നല്ല. എനിക്ക് ആ സംഭവം വലിയ ഇഷ്ടമൊന്നുമില്ല. അത് പിന്നെ ഇതല്ലേ ചലഞ്ചല്ലേ, ചലഞ്ചാകുമ്പോ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കഴിക്കുക. എന്ത് അതന്നെ. അപ്പൊ നിങ്ങളെന്തിനാ കഴിക്കാൻ തന്നോ? ആ ശരി. അടുത്ത് പശുമ്പാൽ കിട്ടും, പശുമ്പാലാണ്. പശുമ്പാൽ എന്നും വാങ്ങി കാച്ചി കുടിക്കും, വെളുക്കണ്ടേ. പിന്നെ പശുമ്പാല് കുടിച്ചിട്ടല്ലേ എല്ലാരും വെളുക്കുന്നത്. പശുമ്പാല് കുടിച്ചിട്ട് ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ പാറാണ്. അത് കരിയണം, അത് തീ ഉറക്കി ജോലിക്കൊക്കെ പോകുമ്പോ കറക്കുകയാണ്, പശുമ്പാല് കടിച്ച് കുടിക്കുകയാണ്. പശുമ്പാല് കുടിച്ചിട്ട് വെളുത്തായിട്ട് ഞാൻ എവിടെ പറയുന്നത് കേട്ടിട്ടില്ല. പശുവിന് പാലിന് വെള്ള കളർ ഉണ്ട് വെച്ചിട്ട് ഇപ്പൊ വെളുക്കണം നിർബന്ധമൊന്നുമില്ല. പശുവിന്റെ ഔട്ട് പോയിരിക്കണ ആ കൊക്കിന്റെ കളർ കണ്ടത്. ശരി, പശുവിന്റെ ഔട്ട് പോയിരിക്കണോണ്ടാണ് ഇപ്പൊ അത് കളർ. നല്ല തമാശ. അതാരോ പറഞ്ഞു, ഒക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. എന്താ വർത്താനം, സംസാരം നല്ല വർത്താനം പറയാ. പിന്നെ റിച്ചുവിനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ കറികളൊക്കെ ഉണ്ട്. എന്നിട്ട് എന്താ കാര്യം? എന്നാലും ഉരുളക്കിഴങ്ങില്ലാണ്ട് ഇവിടെ ആയിരിക്കും ചോറ്. അണക്കിറങ്ങോ? എന്റെ കുട്ടി സാമ്പാർ കൂട്ടും, ഉപ്പേരി കൂട്ടും, പപ്പടം കൂട്ടും, എല്ലാതും കൂട്ടും. ഇവനാണ് ഒന്നും പറ്റാത്ത ആള്. വലിയ സായിപ്പിന്റെ മോനാന്നാ വിചാരം. ഒന്നും പറ്റൂല. ചിക്കൻ പൊരിച്ചത്, മീൻ പൊരിച്ചത്, ഒക്കെ പൊരിച്ച സാധനങ്ങൾ, അങ്ങനത്തെ ഒക്കെയാണ് അവന് പറ്റുള്ളൂ. അവനങ്ങനെ തട്ടിപ്പ് പരിപാടിക്കൊന്നും അവനൊക്കെ അതന്നെ. എൻ്റെ കുട്ടിക്ക് പിന്നെ ആ മീൻ പൊരിച്ചതില്ലേലും കുഴപ്പമില്ല. അവന് കറി മീൻ കറിയിൽ കുറച്ചെണ്ണ ഒഴിക്കല്ലോ, മീൻ കറിയിൽ ഉണ്ടാക്കുമ്പോ. അത് കാണണ്ട. റിച്ചുവിന്റെ ഉരുളക്കിഴങ്ങ് റെഡി ആയിരിക്കുന്നു. ഞാൻ റിച്ചു കൂട്ടിയിട്ട് ഉച്ചക്ക് ചോറുണ്ടിട്ടില്ല, ഇനി ഇത് കൂട്ടിയിട്ട് വേണം തമ്പുരാന് ചോറുണ്ണാൻ. പാല് ഇപ്പൊ തിളയ്ക്കും. ഇവിടെ അടുത്ത് പശുവുണ്ട്, ഞങ്ങള് ഡെയിലി പശുപാല് പകുതി പാല് ഞാനും കുടിക്കും, പകുതി പാല് അമ്മയും കുടിക്കും. കാൽസ്യം കിട്ടാൻ വേണ്ടിട്ട്. ആകെയുള്ളൊരു പ്രോട്ടീൻ ഇപ്പൊ ഈ ഒരു പാൽ തന്നെ ഉള്ളു. എല്ലാം കാലുവേദന, കൈ വേദന, കൈ കടച്ചിൽ, മുണ്ടാടിരിക്കെ, കാല് കടച്ചിൽ, കൈ കടച്ചിൽ, എല്ലാ കടച്ചിലുകളും വേദനകളും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ട്. എന്നിട്ടിപ്പോൾ ആകെ ശരീരത്തേക്ക് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ എത്തണ്ട വെച്ചിട്ട് പശുവും പാല് അടുത്തുണ്ട്, അവിടുന്ന് പശുവും പാലും ഇങ്ങനെ കുടിക്കട്ടാ. അങ്ങനെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് റെഡി ആയിരിക്കുന്നു. എഴുതി കഴിഞ്ഞ ഫുള്ള് കോപ്പി
ഇനി ഉണ്ടോ ഇനി മാമൊന്നിട്ട് എഴുതണം കേട്ടോ ബാക്കി. വായിക്കാൻ പറഞ്ഞു. അപ്പം അത് വായിക്കുക. ദി സോ എ ഗ്രീൻ ഫ്രോഗ് എന്നാണ്. ഇപ്പം പറയാ ദി അല്ല ദി സോ എ ഗ്രീൻ അതാ ഒരു തെറ്റൊക്കെ ഏത് പോലീസാനും പറ്റും. അതല്ല ഒരു തെറ്റല്ല, ഒരു 10,000. ഇജേ എന്താ പറയാ 10,000 തെറ്റുണ്ടോ? അത് കഴിഞ്ഞില്ലേ വർക്കല്. ഈ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്കല്ലേ അവിടെ ഒരു ഭാഗത്ത് നിന്ന് വർത്താനം പറഞ്ഞാൽ ഇപ്രാവശ്യം ഓണപരിപാടിക്ക് ആരാ ക്ലാസ്സില് ടോപ്പർ? ഓണപരീക്ഷയ്ക്ക് ആരാ ക്ലാസ്സിൽ ടോപ്പർ ആയത്? അങ്ങനെ ഒരാളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആരാ അത്? എവിടെ എന്നിട്ട് അതിന് കിട്ടിയ ട്രോഫി എടുത്തു തുറന്ന് കാണിച്ചു കൊടുക്ക്. ഇതാർക്ക് കിട്ടിയ ഇതാ? എന്തിനു കിട്ടിയതാ പറഞ്ഞു കൊടുക്കും. പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് കിട്ടിയതിന് അതല്ലേ? എല്ലാ പരീക്ഷയ്ക്കും ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതിന് കിട്ടിയല്ലേ? ആ അപ്പോൾ എല്ലാ പരീക്ഷയ്ക്ക് ജയിച്ചതുകൊണ്ട് കിട്ടിയല്ലേ? എല്ലാ പരീക്ഷയ്ക്കും ജയിച്ചിട്ടില്ല. ഇവനെ ക്ലാസ് ടോപ്പറിന്റെ ട്രോഫി എങ്ങനെ കിട്ടുക? എല്ലാ പരീക്ഷയ്ക്കും ജയിച്ചിട്ടില്ല. നമുക്ക് കിട്ടിയ എല്ലാ മാർക്കും കൂടി കൂട്ടി വെക്കുമ്പോൾ 83 കിട്ടണം. അതന്നെ പറഞ്ഞത്. എല്ലാ പരീക്ഷയ്ക്കും ജയിക്കുമ്പോഴാണ് കൂട്ടി വെക്കുമ്പോൾ ആ മാർക്ക് കിട്ടുള്ളൂ. മതി മതി മതി. എന്നോട് വർത്തമാനം പറഞ്ഞാൽ ജയിക്കാൻ പറ്റൂല. ഉണ്ടാണ്ടിരിക്കണം നല്ലത്. 100 മാർക്ക്. എത്രയല്ല മാർക്ക്? 100 ഇവർക്ക് 100 മാർക്ക്. ഇതിന് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 83 കിട്ടിയോ? ആ അപ്പം 100 തന്നെ ആവും. 83 കിട്ടി. അപ്പം 100ന് എത്ര കുറവ്? അപ്പൊ 16 അതൊക്കെ അറിയില്ല. 17 മാർക്ക് കുറവ്. 100ലല്ലോ. 100ലല്ലോ പേർക്ക് മാർക്ക്. അനക്ക് എത്ര മാർക്ക് തന്നെ? 83. അപ്പൊ എനിക്ക് 17 മാർക്ക് കമ്മി. 100 ആവാന് 17 മാർക്ക് കമ്മിയുള്ളൂ. അപ്പൊ എനിക്ക് എല്ലാ വിഷയത്തിലും കൂടി 17 മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ 100ൽ 100 കിട്ടുമായിരുന്നു. 100ൽ 100 കിട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അമ്മ അയ്യോ 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 ഇപ്പൊ തന്നെ പാല് തിളച്ചു പോയിരുന്നു ഗൈസ്. ഭാഗ്യം പോയില്ല. മാർക്കിടുമ്പോഴേക്കിനും ഇവിടെ പാല് വയ്യായിരുന്നു. ഞാൻ കൊണ്ടുവച്ചാ തലയിലൊന്നും വെക്കാൻ പാടില്ല. കൊണ്ടേക്ക്. ചോറാണോ? ആദ്യമായിട്ട് കിട്ടിയൊരു ട്രോഫിയാണ് കേട്ടോ അത്. സ്കൂൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയൊരു ട്രോഫിയാണ്. അനക്കോ? അനക്ക് ട്രോഫി കിട്ടിയ? എൻ്റെ കുട്ടി ഇനി പഠിച്ച് നന്നായിട്ടൊക്കെ പഠിച്ചിട്ട് ട്രോഫി വാങ്ങൂലേ? 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 വാങ്ങുവോ? നോക്കണം കേട്ടോ. നന്നായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം മാർക്ക് കിട്ടും. ടോപ്പർ ആവാനേ, ക്ലാസ്സിലെ ടോപ്പർ ആവാനേ, നല്ല മാർക്ക് കിട്ടാനേ. കൊല്ലപ്പരീക്ഷ. ഞാൻ അടുത്ത അരക്കൊല്ല പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷ ആവാറായല്ലോ. അതൊന്നും എടുത്ത് കളിക്കല്ലേ. എൻ്റെ കോപ്പി എഴുതൽ കഴിഞ്ഞാ? എത്ര ഉണ്ട്? നീ ചോർന്നിട്ടാ? നീ എത്ര എഴുതാണ്ട്? ചോറിന്നിട്ട് എഴുതാം. ഇത് ക്യാമറയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരണ്ട, വിട്ടെന്ന് പറഞ്ഞാൽ മതി. ആ എരി കഴിഞ്ഞിട്ട് തിന്നാ. നാളേക്കിന് 5 കോപ്പി. നാളേക്കിന് 5 ഇതുണ്ട്. ചായ
പോവാനായോ? പോവാനായി. ഏ? 7 മണിയായില്ലേ? പോവാനായി. നാളെ എന്നുണ്ട് വലുത് കണ്ടു. ഡയമണ്ടില് വലുതോ? ഇങ്ങോട്ട് വാടാ, സച്ചു കൊണ്ട് വാ. നിക്കടാ. കഴിഞ്ഞു. എങ്ങോട്ടാ കയറണം? കണ്ടോ? വായോ. ഓക്കെ. അച്ഛൻ്റെ ടീച്ചറെ പേരെന്താ? ശരിക്കും പറ, ഓർക്കാൻ പറ. എൻ്റെ ടീച്ചർ എനിക്ക് ഇഷ്ടമാണോ? നല്ല ടീച്ചറാണോ? നിന്റെ ടീച്ചറെ പേരോ? ആ സോറി, എൻ്റെ മാഷിൻ്റെ പേരോ? അനൂപ് സാറ്. അനൂപ് സാറിനെ എനിക്ക് ഇഷ്ടമാണോ? നല്ല സാറാണോ? അനൂപ് സാറ് എനിക്ക് ഏതൊക്കെ വിഷയങ്ങൾ എടുക്കണ്? ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷും മാത്സും. ഓ പറയുമ്പോ അതിന്റെ ഇടയിൽ കയറി പറയല്ലേ. എൻ്റെ അഞ്ജന ടീച്ചർ ഏതൊക്കെ വിഷയങ്ങളാണ് എടുക്കണത്? കൊഞ്ചാണ്ട പറയണം. മലയാളം, മാത്സ്, ഇംഗ്ലീഷ്. ആ എല്ലാ വിഷയവും എടുക്കണത് അഞ്ജന ടീച്ചറാ? ആ അങ്ങനെ പറ. ക്ലാസ് ടീച്ചറല്ലേ? വെറുതെ ഇപ്പൊ തന്നെ എടുത്ത് തന്നാ ഞാൻ ചോറിനുണ്ടാവുമോ? നല്ല പരിപാടിയാണല്ലോ. ഞാൻ ഉരുളക്കിഴങ്ങ് പൊരിച്ചതില്ല പറഞ്ഞിട്ട് ചോറിനാണ്ടിരിക്കുക. ഏടാ അമ്മമ്മ ഇറങ്ങ അവിടുന്ന്. ദൈവേ വീഴുമല്ലോ കൃഷ്ണ. എന്തെന്നിട്ട് വിശക്കണില്ലേ ഇപ്പോ? വിശപ്പ് പോയാ? ചോറിനെ ആ ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ചു സെറ്റായി. ഇനി ചോറ് കഴിച്ചാൽ മതി. ആ ചോറ് കൊണ്ടുപോയി കൊടുത്താളി അമ്മ. ചോറുണ്ട്. സാമ്പാർ വേണ്ടാത്തവർക്ക് സാമ്പാർ കൊടുക്കണ്ട. രണ്ടും കൊടുത്തോ? സാമ്പാർ ഉരുളക്കിഴങ്ങ് രണ്ടും കൂടെ കൂട്ടി കഴിച്ചോ? സാമ്പാറൊക്കെ കഴിക്കണം കുട്ടികളെ. നല്ല ശക്തിയൊക്കെ വേണ്ടേ? വലുതാവണ്ടേ, പെട്ടെന്ന് വലുതാവണ്ടേ. അപ്പോൾ എല്ലാ കുമ്പേട്ടൻ്റെ എല്ലാ പച്ചക്കറിയുള്ള ഇത് വേണ്ടേ? അത് ഒച്ച കുറയ്ക്ക്. കോപ്പിറൈറ്റ് അടിക്കും. കോപ്പിറൈറ്റ്. ചോറ് ചോറ് ഉരുളക്കിഴങ്ങ് സാമ്പാർ. അതിലെന്താമ്മ സോയാബീൻ ഉണ്ടോ? കാട്ടില്ല. കറി ഒഴിക്കട്ടെ. സച്ചുവിനത് ഭയങ്കര കാര്യമൊക്കെ തിന്നിട്ടില്ല. ഓന് സിനിമയ്ക്ക് പോയില്ലെന്നല്ലേ? ഒന്നും ഉച്ചയ്ക്ക് ഇല്ല. ഉച്ചയ്ക്ക് കണ്ടാലും പോയി. ഓട്സോ? ഓട്സ് എനിക്ക് ഇഷ്ടം. നമുക്ക് സാധനം വാങ്ങാൻ പോകുമ്പോ വാങ്ങട്ടോ. ഓട്സോ അത്ര ഓന് ഓട്സ് ഇഷ്ടമാണെന്ന്. ആ ഫ്രൂട്ടല്ല. അത് പറഞ്ഞിട്ട് പോയി. അടുത്ത വീഡിയോയിൽ കാണാന്നൊക്കെ. സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ശരി. നിനക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഇപ്പോഴാണ് ശരിക്കും ടൈം.